ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. പെരുന്നാൾ പ്രമാണിച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ബ്രെഡ് കുനാഫ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ നോക്കാം. അതിന് മുമ്പായിട്ട് എന്നും പറയുന്ന പോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു 2 കപ്പ് റോസ്റ്റഡ് വേർമിസെല്ലിയാണ്. നിങ്ങൾക്ക് കുനാഫ ഡോ ആണ് ഇഷ്ടമെങ്കിൽ അതായാലും യൂസ് ചെയ്താൽ മതി. ഇത് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇതിലേക്ക് എന്നിട്ടൊരു 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ്. അതിൻ്റെ എഡ്ജസൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരിട്ടത് പാനിൽ തന്നെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മുടെ വേർമിസിൽ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ടെടുക്കുക. ഗ്യാപ്പ് വരാതെ ഫില്ല് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ആഡ് ആക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ചീസ് ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് വിടാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാനിവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മളുടെ ബ്രെഡ് ഞാൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാക്സിമം ഗ്യാപ്പൊന്നും ഇല്ലാതെ ഇതും ഫില്ല് ചെയ്യാൻ നോക്കുക. ബ്രെഡെല്ലാം പ്ലേസ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടിൻ തിക്ക് ക്രീം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും യൂസ് ചെയ്യുക, പക്ഷേ തിക്ക് ക്രീം ആയിരിക്കണം. ഇതിനി ബ്രെഡിൻ്റെ മേലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ ഞാൻ ബാക്കിയൊന്ന് കുറച്ച് മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമുക്ക് ബാക്കിയുള്ള വേർമിസെല്ലിയും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ഈവൻ ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മളുടെ കുനാഫൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിഡ് കൊണ്ട് കവർ ചെയ്തിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. കുനാഫ റെഡി ആവുന്നതോടൊപ്പം തന്നെ നമുക്കിതിൻ്റെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടി ഞാനിവിടെ 1 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാര, ഒരു 3 ഏലക്ക നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കുനാഫ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റ് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് അത് ആക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് 2 സൈഡിലും ഷുഗർ സിറപ്പ് ഒഴിക്കണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡിലും ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് പിസ്തയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുനാഫ ഇവിടെ റെഡിയായി. നിങ്ങളിത് ചൂടാറിയതിന് ശേഷം മാത്രം കഴിക്കുക. കാരണം നമ്മളിത് ചീസ് കൊണ്ടും ക്രീം കൊണ്ടും ചെയ്തത് കാരണം ചൂടാറിയതിന് ശേഷമായിരിക്കും കട്ട് ചെയ്യാനും അതുപോലെ തന്നെ കഴിക്കാനും കൂടുതൽ ബെറ്റർ. എൻ്റെ കുനാഫ ഇവിടെ അത്ര ഷേപ്ഡ് ഒന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് നല്ല ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് എഡ്ജസൊക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോവും. കുട്ടികൾക്കൊക്കെ ഇത് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, എന്നോട് ഫീഡ്ബാക്ക് പറയുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഇൻഷാ അല്ലാ ബൈ.